ട്രെയിൻ യാത്രയ്ക്കിടെ വർക്കലയിൽ വെച്ച് മദ്യപന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിയെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കുടുംബം തുടർ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. പാലോട് സ്വദേശി ശ്രീകുട്ടി കഴിഞ്ഞ വർഷം നവംബറിലാണ് ട്രെയിനിൽ ആക്രമണത്തിന് ഇരയായത്. 2025 നവംബർ 2-നാണ് എറണാകുളത്ത് നിന്ന് വർക്കലയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന നെടുമങ്ങാട് പാലോട് സ്വദേശിയായ ശ്രീകുട്ടിക്ക് യുവാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വഴി തടസ്സപ്പെടുത്തിയ മദ്യപനായ യുവാവിനെ ചോദ്യം ചെയ്തതോടെ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃതയിലെ ചികിത്സയിൽ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി കൈവരിച്ച ശ്രീകുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ദീർഘകാലത്തെ ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടിവരും. അമൃത ആശുപത്രിയിലെ ചികിത്സ പൂർണ്ണമായും അമൃതാനന്ദമയി മഠം വഹിച്ചുവെന്നും എന്നാൽ തുടർ ചികിത്സ നടത്താൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി പറഞ്ഞു. രവിശങ്കർ സാർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നുള്ളൂ, 3 മാസം അവൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. ആ ഒരു കാലയളവിൽ എനിക്ക് അവളെ ഓക്കെ ആക്കി തന്നു. പിന്നെ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോഴും ഉണ്ട് അവൾക്ക്. അതിന് ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമൃത മഠത്തിൽ നിന്നാണ് ഞങ്ങൾ കിട്ടിയത്. അവളിപ്പോ എണീച്ച് നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു 5 മിനിറ്റോളം നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റില്ല. പിന്നെ ഷോൾഡർ അന്ന് അമൃതയിൽ വെച്ച് ഡോക്ടറും പറഞ്ഞു തന്നെ ഷോൾഡറിന് ചെറിയ പ്രശ്നമുണ്ട്, അതിന് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണിപ്പോ ഒരു കോങ്കണ്ണ് പോലാണ് ഇരിക്കുന്നത്. അതിനും ശരിയായില്ല. 2 മാസം കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ അതിനൊരു സർജറി വേണം, അതും നടത്തിയേ പറ്റൂ. ശ്രീകുട്ടി നിലവിൽ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്കായി 7.5 ലക്ഷം രൂപ ചെലവ് വരുമെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും പ്രിയദർശിനി പറഞ്ഞു. ഇത്രയൊരു വ്യത്യാസം വന്ന കുട്ടീന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് നമുക്കൊന്നും നമ്മളെ നോക്കുന്നില്ല എന്ന് കരുതിയിട്ട് മോളെ ട്രീറ്റ്മെന്റ് മുടക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ അങ്ങനെ തന്നെ ആയിപ്പോ. അത് ഞാൻ തന്നെ കാണണ്ടേ. അപ്പൊ കടവായാലും വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാരിനോട് ചോദിക്കുന്നത് അതാണ്, എന്റെ കുട്ടീന്റെ ട്രീറ്റ്മെന്റ്. മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ നേരിട്ട് കണ്ടെന്ന് സാറ് പറഞ്ഞത്, നാളെ തന്നെ നിങ്ങളെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും, ടെൻഷൻ വേണ്ട, പേടിക്കേണ്ട, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെയായിട്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല. സംഭവത്തിന് ശേഷം മാസം തോറും 30,000 രൂപ നൽകിയിരുന്ന റെയിൽവേ അത് നിർത്തി കൂടുതൽ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഭീമമായ തുക കടത്തിലായ കുടുംബം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.